ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വർത്താനം, സുഖല്ലേ? അപ്പം രാവിലെ തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. അപ്പം നമ്മളെ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ച് അന്തിക്കത്ത് കുറച്ച് ചോറുണ്ടായിരുന്നു. അപ്പം അത് എടുത്തത്തെ പെരിയിലാണ് കേട്ടോ. പൈക്കൾ കൊണ്ടുപോകണം ആ ഒരു പാത്രമല്ലത്. അപ്പം അതിൽ കൊണ്ടിട്ടാണ് പോരുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ വീണ്ടും കാടും പുല്ലൊക്കെ വരൽ തുടങ്ങിയിട്ടോ. മഴ പെയ്താൽ പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ. പിന്നെ ഞാനിവിടെയൊക്കെ മറച്ചിക്കണം കേട്ടോ. മഴ പെയ്തിട്ട് നല്ലോണം ചീത്താരടിച്ചിട്ട്. പക്ഷെ എന്നാലും കാറ്റിന് ഇത് നന്നായിട്ട് പറക്കിയേക്കാരം. കാരണം അങ്ങോട്ട് ഭയങ്കര കാറ്റേക്കാരം കേട്ടോ. ഈ ഒരു കുന്നും പുറത്തായതുകൊണ്ട് തന്നെ. അപ്പം നമുക്ക് നമ്മളെ ചായക്കടിയൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. അതിന് ശേഷം നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോകാണ്ട് കേട്ടോ. വെറുതെ പറയാട്ടോ, ഒരുപാട് സ്ഥലം എന്നൊക്കെ. അപ്പം നമ്മൾ തറവാട്ടിക്ക് പോകുന്നുണ്ട്. അപ്പം അവിടെ ചെറിയൊരു ഉസ്താമാർക്ക് ചിലവ് ഇതൊക്കെ ഉണ്ട്. അപ്പം അതിന് അങ്ങനെ അമ്മ ചെല്ലാൻ പറഞ്ഞപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവന് രാവിലെ ഒന്ന് ഓട്ടടയാണ് കേട്ടോ. ജീനു 2-3 ദിവസമായി പറയുന്നത് നിങ്ങൾ ഓട്ടട ഉണ്ടാക്കി. അപ്പോൾ പച്ചരി കഴിഞ്ഞിന് കേട്ടോ. പിന്നെ റേഷൻ പിടിയിൽ നിന്ന് കൊടുന്ന് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഓട്ടട ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഫസ്റ്റത്തെ വല്ലാതെ കിട്ടണില്ല കേട്ടോ. ചിലപ്പോൾ ഫസ്റ്റത്തെ വേഗം കിട്ടും, ബാക്കിയൊന്നും കിട്ടൂല. ഇന്നിപ്പോൾ എങ്ങനെയായിരുന്നു, ഒന്ന് ഫസ്റ്റത്തെ കിട്ടണില്ല, ബാക്കിയൊക്കെ കിട്ടി ഒരണക്കിന്. അതാണ് സുഖം അല്ലേ. പക്ഷെ ഒന്ന് ചട്ടി ഭയങ്കര പുകച്ചിൽ കേട്ടോ. ഇങ്ങനെ പുകയിലൊന്നും ഉണ്ടായില്ല തോന്നുന്നത്. ഇതിൻ്റെ അടിഭാഗം വിണ്ടിക്കണോ സംശയമുണ്ട്. വിണ്ടാലാണ് ഈ പുകച്ചിൽ വരല്. പിന്നെ നമ്മൾ ഈ അടുപ്പത്തും ഗ്യാസും ഈ മാറി വെച്ചാൽ ഈ മൺചട്ടി പെട്ടെന്ന് വിള്ളും. അല്ലെങ്കിൽ നമ്മൾ അടുപ്പത്ത് തന്നെ ആകണം, അല്ലെങ്കിൽ ഗ്യാസുമ്മ തന്നെ ആകണം. 2 ചൂടും കൂടിയും ഇതിന് താങ്ങാൻ കഴിയൂല. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോയാൽ പിന്നെ നമ്മൾ ആദ്യത്തെ ഏതായാലും അങ്ങനെ വിണ്ട് പിന്നെ അങ്ങനെ നടുഭാഗം വേവാതെ ഇങ്ങാണ്ടട്ടോ പിന്നെ ഒഴിവാക്കിയത്. അപ്പം ഞാൻ നിങ്ങൾക്ക് അറിയാലോ, എപ്പോഴേലും മുറ്റമൊക്കെ അടിച്ചു വരുള്ളൂ. പ്രത്യേകിച്ച് ഈ ഭാഗമൊക്കെ എപ്പോഴെങ്കിലും ഉള്ളൂ കേട്ടോ. കാരണം നമുക്ക് അങ്ങനെ അധികം ഇലകൾ ചാടാനും അങ്ങനെ പെരക്കാനൊന്നുമില്ല. 3-4 ദിവസം ഒരാഴ്ചയിലൊക്കെ അങ്ങനെയൊക്കെ അടിച്ചു വരുള്ളൂ. ഈ ഭാഗത്ത് നല്ല അടുക്കാട്ടുണ്ടാവും. കാരണം എന്താ പറയുക, നമ്മൾ ഈ ട്രെയിനിൽ ഇരുന്നിട്ടുണ്ടല്ലോ ജനലിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്കിടൽ, അതേ സ്വഭാവമാണ് നമ്മളവിടെ കേട്ടോ. ഈ ഹാളിൽ ഇരുന്നിട്ട് ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്കിടും. മുട്ടായി തിന്ന കൂടോ കടലാസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആയിക്കൂടെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ നിറഞ്ഞിക്കും. അപ്പോൾ ഞാനൊരു പൊട്ടൻ ബക്കറ്റായിട്ട് വന്നിട്ട് കേട്ടോ. കീസൊക്കെ അതിക്ക് പെറുക്കിയിട്ടു. പിന്നെ ഈ വട്ടത്തിൽ തീ എന്താ കുറേ ദിവസമായിട്ട് കാണാതായിനി കേട്ടോ. ഇത് കച്ചറ കത്തിയാണ്, ഇങ്ങനത്തെ കാടും പൊന്തിയൊക്കെ വെട്ടാൻ പറ്റിയത്. പിന്നെ നമ്മൾ അടിഭാഗം കാട് വെട്ടിയപ്പോഴാണ് ഈ കത്തി അവിടുന്ന് കിട്ടിയത്. അങ്ങനെ ഏതായാലും ഞാൻ ഈ സൈഡൊക്കെ വെട്ടായിട്ടേ എന്താ കുറച്ചൊക്കെ ഇങ്ങോട്ട് ആകുമ്പോൾ ഞാൻ വെട്ടിക്കൊടുക്കും കേട്ടോ. അത് നമ്മളതല്ല, അപ്പുറത്തോളതാണ്. പക്ഷെ എന്നാലും ഈ ഭാഗത്തൊക്കെ ഞാൻ വെട്ടിക്കൊടുക്കല കേട്ടോ. നമ്മൾ ഈ സൺസൈഡുമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ വല്ല പാമ്പൂതൊക്കെ അരിച്ച് കയറുമെന്ന് പേടിച്ചിട്ടാണ്. പിന്നെ വെട്ടുമ്പോൾ ഈ ഭാഗം ഒരു വെളിച്ചാണേനും അങ്ങനെ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കലുണ്ട്. പക്ഷെ ഇപ്പോൾ വെട്ടിയിട്ട് കുറേ അയക്കണ്, കാരണം കത്തിയില്ലായിട്ട്. ഇന്നാളെ നമ്മൾ ആ മണ്ടക്കത്തിയായിട്ടൊന്ന് വീശിയതാണ്. അതിന് ശേഷം പിന്നെ അതാക്കിയിട്ട് തന്നെ അല്ല. ഈ ഭാഗമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാൻ നല്ല പൂതിയുണ്ട് കേട്ടോ. പക്ഷേ കുറേ കല്ലും അങ്ങനെ കുറേ സാധനങ്ങളാണ് ഇതിൽ കൂടി കിടക്കുന്നത്. അപ്പോൾ ഞാൻ അതിമക്ക് പണിയെടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പം ശ്വാസം മുട്ടൽ കൂടും, അല്ലെങ്കിൽ അലർജി കൂടും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെറിയ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ തന്നെ ഭയങ്കര കഥപ്പുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മരുന്നൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ കോഴിക്കോടൊക്കെ പോയി മരുന്നൊക്കെ വീണ്ടും കുടിച്ചു തുടങ്ങിയിരിക്കണ്. അതുകൊണ്ട് തന്നെ തടിയും തന്നെ വീണ്ടും കൂടൽ തുടങ്ങിയിരിക്കണ്. ഒന്ന് മരുന്ന് നിർത്തിയപ്പോൾ അതൊക്കെ ഒന്ന് ശരിയായി കിട്ടീനും. സ്റ്റിറോയിഡ് കഴിക്കുമ്പോൾ നമ്മളെ തടി നല്ലോണം കൂടും. അപ്പോൾ നമ്മൾ ഈ ഇറയമ്പുറത്ത് കുറച്ച് കോസ്മസിൻ്റെ ചെടി നല്ലോണം ഉണ്ടായിക്കണ്ടേ. പൂവും ഉണ്ട്. അപ്പോൾ ഇത് വെട്ടിക്കളയാൻ തോന്നൂല കേട്ടോ. ഇത് ഞാനൊരു ദിവസം പറഞ്ഞിരുന്നില്ല, ആക്കിയൊക്കെ അവിടെ അതിൻ്റെ വിത്തുകൾ തട്ടിമറിച്ച് കളഞ്ഞാണ്ട് മുളച്ചതേനും. അന്ന് ആ ചെറിയ തൈകളായപ്പോൾ തന്നെ പിരിച്ച് കുഴിച്ചിട്ടാൽ മതിനും. അന്ന് അതൊന്നും ചെയ്തതുമില്ല. അന്ന് നല്ല വേനലാണ്. അപ്പം ഞാൻ അത് പോണ്ടല്ലേ എഴുതിയാണ്ടാണ് ഞാനത് പിരിച്ചാത്തത് കേട്ടോ. പിന്നെ ഇപ്പം നോക്കുമ്പോൾ ഒക്കെ വലുതായി പൂവൊക്കെ വന്നിക്കണമെങ്കിലും പക്ഷേ എന്താ പറയുക, കുറേ ചെരിഞ്ഞും മറിഞ്ഞും ഇവിടെ കാടായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഗതിയായിട്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ചങ്ങോട്ട് വെട്ടിക്കളയാന്ന് കരുതി. നിറച്ച് പുല്ലൊക്കെ കണ്ടില്ലേ. എത്ര നമുക്ക് പറിച്ചാൻ കിട്ടൂല, എന്നാൽ വെട്ടാനായിട്ട് പറ്റൂല. അങ്ങനത്തെ ഒരു തരത്തിലുള്ള പുല്ലുകളാണ്. പിന്നെ വെട്ടാൻ വയ്ക്കണവർക്ക് എപ്പം ഉണ്ടാവില്ല. ഒന്നാമത് നമ്മളെ തിരിച്ച് വെട്ടാൻ പറ്റുക. കത്തി തീരെ മൂർച്ചല്ല കേട്ടോ. അപ്പോൾ നല്ല മൂർച്ചല്ല കത്തിയാണ്. എന്നാൽ തൊടു കറന്നിട്ടേ പിന്നെ മൂർച്ചല്ലാതെ ഇരിക്കണം. അപ്പം വെട്ടാനും വയ്ക്കൂല. അങ്ങനെ എന്നാലും ഓരോന്ന് വെറുതെ ഒന്നിങ്ങനെ വീശി കൊടുക്കും, തച്ചമർത്തണ മാതിരി പറഞ്ഞ മാതിരി. ഈ ചെടിയൊക്കെ ഇപ്പോൾ മുൻവശത്താണെങ്കിൽ എത്ര നന്നായിനുല്ലേ, എന്താ രസേനും കാണാനൊക്കെ. ഇതിപ്പോൾ ഈ ഇറയമ്പുറത്ത് വന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതാണെങ്കിലും നല്ലോണം വലുതായിങ്ങാണ്ട് ഇങ്ങോട്ട് തഴച്ച് വളരെ അറിയില്ല, അങ്ങനെ വന്ന് വലുത് ഇതായിക്കണം. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ ആദ്യം ചെരിഞ്ഞിറക്കണം മറിഞ്ഞിറക്കണം കേട്ടോ വെട്ടിയത്. പിന്നെ വെട്ടി ഒരു വിധമൊക്കെ വെട്ടിയിരിക്കണം. പിന്നെ 1-2 തൈ മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ. പിന്നെ പുല്ലൊക്കെ ഒന്ന് വീശിയിട്ടുള്ളൂ കേട്ടോ. വെട്ടിയെന്ന് പറയാൻ പറ്റൂല. മോൾട്ടി വന്നിട്ടാണ് തറവാട്ടിക്ക് പോകാൻ കരുതി നിൽക്കുകയാണ്. പിന്നെ അമ്മ വിളിച്ചു വേഗം വരിയെന്നാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു കേട്ടോ. മോൾട്ടിൻ്റെ ഞാക്കിയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കൊടുന്നാക്കാൻ നിൽക്കണ്. ഞാനും ജീനും അങ്ങനെ പോന്നിക്കണു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചോറൊക്കെ വെക്കണ പരിപാടി തുടങ്ങിയിരിക്കണം കേട്ടോ. ഇത്
മറ്റേ അടുപ്പത്താണ് വെക്കുന്നത്, കറണ്ട് അടുപ്പത്ത്. ഇവിടെ സോളാർ ഉണ്ടായതുകൊണ്ട് ഈ അടുപ്പ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പിന്നെ വിറക് ഇവിടെ കമ്മിയാണ്, വിറകുണ്ട് പക്ഷെ പച്ചവിറകാണ് കേട്ടോ. അപ്പോൾ 2 കറണ്ട് അടുപ്പത്താണ് പരിപാടി. മറ്റത് മറ്റേ കറണ്ട് അടുപ്പാണ്, നമ്മളെ മൺചട്ടിയൊക്കെ വെക്കാൻ പറ്റുന്ന മോഡലിലെ കറണ്ട് അടുപ്പാണ് കേട്ടോ. പിന്നെ ഞാൻ അതിക്കുള്ള മസാല കുത്തുക കേട്ടോ, ഏലക്കായി അങ്ങനെ ഗ്രാമ്പു ഒക്കെ. നമ്മളെ പെരയിലുണ്ടാക്കുമ്പോൾ മിക്സിയിൽ പൊടിച്ചല്ലോ, പക്ഷെ ഇവിടെ അധികം ഉമ്മ അങ്ങനെ ഇട്ടിടുക, അപ്പോൾ അവിടെ അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പം ഉമ്മ ഇവിടെ പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, പിന്നെ ബീഫ് ബിരിയാണിയും പിന്നെ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും പിന്നെ വല്യമ്മാനും സത്യയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ചോറൊക്കെ ഇവിടെ നെയ്ച്ചോറാക്കിങ്ങാണ്ട് പിന്നെ അങ്ങനെ ദം ചെയ്തിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇറച്ചിക്കറി ശരിയാക്കുകയാണ് കേട്ടോ. അതായത് വല്യമ്മക്ക് ബിരിയാണി പറ്റില്ല കേട്ടോ, അപ്പോൾ വല്യമ്മക്ക് തേങ്ങാച്ചോറാണ്. അപ്പോൾ ഓൽക്ക് ബീഫ് കുറച്ച് എടുത്ത് വെച്ചിരിക്കണം, അപ്പോൾ അത് കറിയാക്കുകയാണ് കേട്ടോ, തേങ്ങാച്ചോർക്ക് കറിയാക്കുകയാണ്. അപ്പോൾ ഈ ഇതിമ തന്നെ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇച്ചിരി തപ്പിപ്പിടുത്താണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്നാൽ മറ്റത് നമ്മളിവിടെ പണിയെടുത്തിന് തന്നെയാണ്, പക്ഷെ ഇപ്പം നമ്മൾ കുറേ ആയിട്ട് ഇങ്ങനെ എടുക്കാത്തതുകൊണ്ട്, പിന്നെ ഇവിടെ ഇളച്ചിയാൾ ഉണ്ടായതുകൊണ്ട് ഓല തന്നെയാണ് അധികം എടുക്കുക. അപ്പോൾ പിന്നെ ഓല് പഠിച്ചു വരാനും തുറക്കാനൊക്കെ പോയിക്കാണ്. അപ്പോൾ ഞാനിതങ്ങനെ ശരിയാക്കുക കേട്ടോ. സംഭവത്തിന്മേ ചൂട് കുറക്കാനും കൂട്ടാനും ഒക്കെ സുഖമുണ്ട് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി അടി വരുന്ന മാത്രമാണ് ഇതിമക്ക് സുഖം, എല്ലായിടത്തേക്കും ചൂട് ഒരുപോലെ ആകാൻ. മൺചട്ടി വെക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മൺചട്ടിൻ്റെ അടിഭാഗം ഇങ്ങനെ ഉരുണ്ടും കൊണ്ടേക്കാരെല്ലാം ഉണ്ടാകും, അപ്പോൾ അതിന്മേ ചൊകിന് നിൽക്കൂല, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഇറച്ചിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടട്ടോ, അതിക്ക് അതൊന്നും ഇല്ലാതെ വേവിച്ചതേനും അങ്ങനെ നമ്മൾ ഇറച്ചിക്കറി ഉണ്ടാക്കിട്ടോ. കുറച്ചൊക്കെ കറി ഉണ്ടായിക്കോട്ടെ എന്ന് ഉമ്മ പറഞ്ഞിട്ടോ, തേങ്ങാച്ചോറല്ലേ, അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ കറി ഉണ്ടാക്കിയാണ്ട് അങ്ങനെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ 2000 പിന്നെ നമുക്ക് ഈ കറണ്ട് അടുപ്പ് കാണുമ്പോഴേ പണ്ടത്തെ TV ആണോ റേഡിയോ ആണോ എന്തോന്നിങ്ങനെ ഓർമ്മയിട്ടാ തിരിച്ചിടതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ. അപ്പോൾ അങ്ങനെ കറിയൊക്കെ ആയി ഞാൻ മോൾട്ടി ഇവിടെ ഇങ്ങനെ കുത്തിരിക്കുക കേട്ടോ. അപ്പോൾ കറി റെഡിയായി, പിന്നേക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് അതോടെ അടച്ചു. അപ്പോൾ ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ, നല്ല വെയിലാണ്. ഞാൻ കൊലയുമ്പോൾ ഒന്നിങ്ങനെ ഇരിക്കുക കേട്ടോ. മുന്നിൽ തന്നെയാണ് കേട്ടോ ഇവിടെ പെട്രോൾ പമ്പുള്ളത്. എന്താ പറയുക, അപ്പോൾ ഞാൻ മുൾട്ടി എടുക്കാൻ ജീനു ഇതാക്കണ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ മോൾട്ടി കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും പിന്നെ എടുക്കും പോകാനൊന്നുമില്ലല്ലോ ഇതാണ് അങ്ങനെ സാധാ കുടിയിൽ നിന്ന് ഡ്രസ്സ് ഇട്ടാ വന്നത്. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നാത്തൂൻ്റെ കൊടുക്കും, നാത്തൂൻ്റെ പെരയിൽ ഇറങ്ങിയിട്ടില്ല, അങ്ങനെയൊക്കെ പോയിനി കേട്ടോ. അപ്പോൾ ഞാൻ മേലേക്ക് കയറട്ടെ. മേലേക്ക് ഞാൻ വല്ലാതെ കയറലില്ല, കാരണം നമുക്ക് ശ്വാസം മുട്ടില്ലല്ലേ, അതുകൊണ്ട്. പിന്നെ എല്ലാവരും മേലായപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ അടിയിലിരുന്നപ്പോഴേ മേലേക്ക് കയറിയാന്നാ കേട്ടോ. അപ്പോൾ അതാ ഇളയച്ചൻ്റെ കുട്ടി കേട്ടോ, ഭയങ്കര കളിയാണ് ഓലിവിടെ 3 ആളും കൂടി. അപ്പോൾ ഫോണിനാണ് ഈ തോണ്ടുന്നത്, ഫോൺ കണ്ടാൽ ഫോണിന് പിടിച്ച് വലിച്ചേക്കാരം, എന്നിട്ടോ അങ്ങനെ തോണ്ടി നിറച്ച് ഫോട്ടോ ഒക്കെ എടുത്തുവെച്ച് കൂട്ടിച്ചിരിക്കണത് ഇതിൽ. അപ്പോൾ ഒരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ, ഇവൽക്കല്ല മറ്റേ ഇളയച്ചൻ്റെ ഒരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ. ഓലൊക്കെ അവിടെ കുളിച്ച് മാറ്റിയാണ്. ഇത് ഓള് ഇങ്ങനെ ഹാമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ, അങ്ങനെ ബർത്ത്ഡേ ആനിവേഴ്സറി അങ്ങനെയൊക്കെ ഇളയച്ചി. അപ്പോൾ ഇത് ഓള് നമ്മൾ ഈ സേവ് ദ ഡേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്ട് അങ്ങനെ വാങ്ങിയൊരു സംഭവം കേട്ടോ. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഇവർ ലൈറ്റൊക്കെ കെടുത്തിങ്ങാണ്ടേ ഒരു എന്താ പറയുക മേത്തിരി നിൽക്കണ മാതിരി ഇങ്ങനെ തോന്നും നമുക്ക്, പക്ഷെ അത് ബാറ്ററിക്കാണ്. ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ, നിങ്ങൾ കണ്ടിക്കണോ വെച്ചറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ രസമുണ്ട് കേട്ടോ സംഭവം കാണാനേ. ഇതിങ്ങനെ കയ്യിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ കബോർഡൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ നല്ല ചുരുക്കുണ്ടാവും. പക്ഷെ ഇത് കറണ്ടിനാണെങ്കിൽ ഉസാറേനും ചാർജ് കഴിഞ്ഞാലും നമുക്ക് ചാർജ് കയറ്റാലോ. ഇത് പിന്നെ ബാറ്ററിയാണ് അങ്ങനെ. പിന്നെ മേലെന്ന് വന്നപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കട്ടെ, നല്ല കാറ്റാട്ടോ, നല്ല സുഖമാണ്. ആദ്യം തന്നെ ഞാൻ ഇവിടെ വന്നിരുന്നീന് കേട്ടോ, ജീനൊക്കെ ചെറുതായിരുന്നേ, കുട്ടിക്ക് ചോറ് കൊടുക്കാനൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കും. ചിഷ്ടേനു കേട്ടോ തന്നെ. അന്ന് മേലെ നന്നാക്കിയിട്ടുണ്ടായില്ല, പിന്നെയാണ് തേച്ചതും റെഡിയാക്കിയതൊക്കെ. പക്ഷെ നല്ല കാറ്റാണ് ഇവിടെ. പണ്ടത്തെ അന്ന് TV ഒക്കെ വർക്ക് ചെയ്തിന് കേട്ടോ, ആ TV ആണത്. പിന്നെ അന്നത്തെ തകരപ്പെട്ടി ഇപ്പം അങ്ങനെ ഇല്ലല്ലോ അല്ലേ, പണ്ടൊക്കെ എല്ലാവരുടെ പെരയിലും ഇങ്ങനത്തെ തകരപ്പെട്ടി ഉണ്ടായില്ലേ. എന്താ പറയുക, തുണികളൊക്കെ ഇട്ടേക്കാൻ പുതിയ ഡ്രസ്സൊക്കെ അതിലാണല്ലോ ഇട്ടേക്കുക അങ്ങനെ. അപ്പം നമുക്ക് താഴത്തേക്ക് തന്നെ പോകാം കേട്ടോ. അപ്പോൾ ഞാനും മോൾട്ടിയും താഴത്തേക്ക് തന്നെ എന്താ പറയുക പോരുകയാണ് കേട്ടോ. ഓലൊക്കെ കുളിച്ചാനും മാറ്റാനൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ജിനു ഇത് മീഷോ നിർത്ത ഡ്രസ്സാണെന്ന് കാണിച്ചു തരാം കേട്ടോ, ടോപ്പ്. ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം അങ്ങനെയാണല്ലോ എല്ലാവരും മീഷോത്തെ പ്രോഡക്റ്റ് കാണിച്ചിട്ട് ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്യാറില്ല, അതേമാതിരി കാണിച്ചു തരാം കേട്ടോള്. അപ്പോൾ ഏതാ ഞങ്ങൾ താഴത്തേക്ക് തന്നെ പോരുക കേട്ടോ. കുട്ടികൾ മേലെ കയറി പോയിട്ടാട്ടോ അവിടെ ഗേറ്റ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഓല് കണ്ടും ഇതാ മേലേക്ക് എന്താ പറയുക വണ്ടി കയറും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷം കേട്ടോ. അപ്പോൾ ഞാനും ജീനും മാറ്റാൻ വേണ്ടി പോന്നാ കേട്ടോ. അപ്പോൾ ഇതാ ഇവനും ഞങ്ങളപ്പം പോന്നിക്കണം കേട്ടോ. ഞങ്ങൾ ചോറൊക്കെ വെച്ചു കേട്ടോ. പിന്നെ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം പിന്നെ ഓൽക്കൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ, ഉസ്താമാരും അങ്ങനെയൊക്കെ വന്നീനി കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് ഞാനും ജീനും വന്നിക്കുന്നത് മാറ്റാൻ. ഞങ്ങൾ നാത്തൂവിനോടുക്കും നാത്തു വരാൻ പറ്റിയില്ല കേട്ടോ, ഓൾക്ക് ഓളമ്മക്ക് പനിയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഓലോടുക്കും
പോവുകയാണ്. പിന്നെ ഞങ്ങൾ മഞ്ചേരിയൊക്കെ പോകേണ്ടിട്ട് തൃപ്പനച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രസ്സ് മാറാൻ വന്നപ്പോൾ ഞങ്ങളപ്പം പോകുന്ന കേട്ടോ. പെരും ലോളി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പോരാൻ നിന്നപ്പോൾ ഞങ്ങളപ്പം പോകുന്ന നിൽക്കണം. അപ്പോൾ ഇവലിക്കിതാ ഇങ്ങനത്തെ കളിപ്പാട്ടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചട്ടിയും പാത്രവും കുടുക്കിയും കളിപ്പാട്ടം മാത്രമല്ല നമ്മളെ ഒറിജിനൽ കുക്കറും പുട്ടുംപാനിയും ചട്ടിയും പാത്രം കുടുക്കിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ചെറുത് കണ്ടപ്പോഴേ അയിമ കൂടും ഇവിടെ വന്നാൽ ഒരു രണ്ടാളും. മറ്റവനെ പിന്നെ വല്ലാതെ വീഡിയോയിൽ കിട്ടൂല കേട്ടോ. അവന് പിന്നെ അവൻ്റെ അമ്മാനൊക്കെ തന്നെ കരാധികം. ഇവന് പിന്നെ എല്ലായിടത്തേക്കും പോരും. അപ്പം ഞങ്ങൾ വണ്ടിമ്മ പോകണം കേട്ടോ. ഞങ്ങൾ 3 ആളും സ്കൂട്ടിമ്മ, മറ്റോല് പിന്നെ കാറിലും പിന്നെ മറ്റേ അച്ഛൻ ബൈക്കിലും അങ്ങനെ എല്ലാവരും പാടെ അങ്ങനെയൊക്കെയാണ് പോണത് കേട്ടോ. അപ്പം ഞങ്ങൾ പോണത് മഞ്ചേരി എന്താ പറയുക തൃപ്പനച്ചി ഉസ്താദിൻ്റെ ഒരു ഇതുണ്ടല്ലോ അങ്ങോട്ടൊക്കെയാണ് കേട്ടോ പോണത്. അപ്പോൾ ഞാൻ ഇതുവരെ കേട്ടിക്കണ്, പക്ഷെ ഇതുവരെ പോയിട്ടില്ല. അവിടുത്തെ ഇതെന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. മഞ്ചേരിന്ന് പിന്നെ കുറച്ച് പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഉസ്താൻ്റെ എന്താ പറയുക പള്ളി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു ഈ പള്ളി ഇവിടെ ഉണ്ടാക്കിയ സമയത്ത് ഇവിടെ പാടേനും അപ്പോൾ ഇവിടെ കെട്ടിടം ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ ഓരോരുത്തർ വന്നപ്പോൾ ഉസ്താദ് ഒരു കുഴപ്പമുണ്ടാവില്ല ഉണ്ടാക്കിക്കോളി എന്നാണ് അങ്ങനെ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ. ഇവിടുത്തെ ചരിത്രം ഒന്നും അറിയില്ലേനും പിന്നെ പെരിയിലെത്തിയിട്ടാണ് ഇവിടുത്തെ ചരിത്രവും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കേൾക്കണം കേട്ടോ. ഇവിടെ ഒരു കുളം ഉണ്ട് പറഞ്ഞു. ആ കുളത്തിത്തെ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ രോഗങ്ങളൊക്കെ മാറുന്നൊക്കെ. പക്ഷെ അത് തിരിച്ചു പോന്നപ്പോഴാണ് ഇളയച്ചൻ പറഞ്ഞത് കേട്ടോ. ഞാൻ കണ്ടില്ല അതേതാണ്. ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. ഈ കുളം അല്ലാന്ന് വെച്ചാൽ തോന്നുന്നു മറ്റേ ഇവിടെ ഒരു കൊടിമരത്തിൻ്റെ അവിടെ ഒരു കുളം ഉണ്ട് അതാണെന്ന് വെച്ചാൽ തോന്നുന്നു കേട്ടോ. പിന്നെ വീഡിയോയിലൊക്കെ കണ്ടപ്പോഴാണ് സംഭവം മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുകൊണ്ട് കേട്ടോ. ഇവിടെ ഒരു കുളമുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ഒരു ഇത് പോകുന്നുണ്ട് എന്താ പറയുക വെള്ളം ആ പള്ളിൻ്റെ അടിയിൽ കൂടിയാണ് ആ പോണത്. പണ്ടത്തെ കെട്ടിടമാണ്, പണ്ടത്തെ ജനാലയൊക്കെ കണ്ടില്ലേ അങ്ങനെ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോന്ന്. പിന്നെ ഇതാണ് കൊടിമരം കേട്ടോ. ഇത് കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് ഒരു കയറ്റത്തേക്ക് ഒരു കുന്ന് കയറി പോന്നിട്ടാണ്. അപ്പോൾ 2 കൊടിമരം ഉണ്ട് കേട്ടോ. ഒന്ന് റിഫായ് ഷെയ്ഖിൻ്റെ അവിടുത്തെ കൊടിമരം, ഒന്ന് ഈ കൊടിമരം കേട്ടോ. അപ്പോൾ ഇച്ച് മേലേക്ക് കാണില്ല. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പിടിച്ച് നോക്കിയതാട്ടോ ഇതിൻ്റെ തല. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ പുറത്തുനിന്ന് കണ്ടു. അപ്പോൾ ഇവിടെ അതാ വലിയൊരു ഹാളാണ് കേട്ടോ. എന്താ ഒരുപാട് ആൾക്കാരെ ഒരേ സമയം ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയൊരു ഹാള്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴാണ് കൊടിമരത്തിൻ്റെ തല കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സൂം ചെയ്ത് നോക്കിയതാണ്. ഇവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് സ്വലാത്തുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സ്വലാത്തിന് നിൽക്കാൻ പറ്റില്ല. മഗ്‌രിബ് നിസ്കരിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോന്നു. കാരണം കുറേ നേരം വൈകുമല്ലോ വെച്ചിട്ട് രാവിലെ കുട്ടികൾക്ക് മദ്രസക്കൊക്കെ പോകേണ്ടത്. ഇതൊക്കെ കഴിയുമ്പോൾ 10-11 മണിയാകുമല്ലോ. ഒരു കുന്നിൻ്റെ മേലെയാണ് കേട്ടോ ഇതില്ലത്. അവിടെ അങ്ങനെ സ്ത്രീകൾക്ക് ഒന്നുണ്ടാക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനി വേറൊരു കൊടിമരം ഉണ്ട്. അതിൻ്റെ തലേന്ന് കേട്ടോ അവിടെ കാണുന്നത് അതാണ് റിഫായ് ഷെയ്ഖിൻ്റെ കൊടിമരം കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാനിങ്ങനെ ഓരോ വീഡിയോ കണ്ടല്ലേ അറിവുള്ളൂ. ഓരോരുത്തർ പറഞ്ഞു കേട്ട അറിവുള്ളൂ. ശരിക്കും ഇതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ അമ്മ പറഞ്ഞപ്പോഴാണ് ഞാനിതിനെക്കുറിച്ച് തൃപ്പനച്ചി ഉസ്താദ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇതിനെ പോയിട്ടുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര മഴ കേട്ടോ. അതിലിവിടെ ചായ അടിച്ചാൻ കയറി കേട്ടോ എല്ലാവരും. പിന്നെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ അന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പം നമ്മളെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.